So, dear friends and colleagues, I think I have answered all the questions. Okay. Thank you, Mr. Siddharth. Thank you, Mr. Raghavendra. Thank you, Sachin. So, I think that's it. As we have come to the end of this formal webinar session, it's time to move on to the technological update. In this today, I have very exciting news to share with you all people. All thanks to AGP Academy for giving me this opportunity to speak to you. ഡയബറ്റീസ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു ഡോക്ടറെയും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള എല്ലാ രോഗികളെയും ഒരുപോലെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തു. നമ്മുടെ മീഡിയ അതിന് വലിയൊരു ഫോക്കസ് ഒന്നും കൊടുത്തു കണ്ടില്ല. സോ ഐ തോട്ട് ഐ ഷെയർ ദ ന്യൂസ് വിത്ത് യു പീപ്പിൾ. സോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് കമ്മിങ് അപ്പ് വീഡിയോ. അതിനു മുമ്പ് ഒരു ചെറിയൊരു ഓവർവ്യൂ ഹൗ ഫാർ വി ഹാവ് റീച്ച്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡയബറ്റീസ് കെയർ. നമ്മൾ ആന്റി ഡയബറ്റീസ് മെഡിസിൻസിന്റെ research and development which compare ചെയ്ത് നോക്കുമ്പോൾ in the field of glucose monitoring we have had only very few innovations like പണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗേഴ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. രാവിലെ ഭക്ഷണത്തിന് മുമ്പും ശേഷവും ലാബിൽ ചെന്ന് ഷുഗർ നോക്കി അതിന്റെ റിസൾട്ടിനെ മാത്രം ബേസ് ചെയ്തായിരുന്നു പണ്ട് നമ്മൾ പേഷ്യൻസിന് നോക്കിയിരുന്നത്. അതിനുശേഷം വീട്ടിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും റാൻഡം ആയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാനുള്ള ഗ്ലൂക്കോമീറ്റേഴ്സ് വന്നു. ഇതിന്റെ ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് എനി ടൈം ഷുഗർ അറ്റ് ഹോം. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ രാത്രിയിലോ എനി ടൈം നമുക്ക് ബ്ലഡ് ഷുഗർ വീട്ടിൽ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ബ്ലഡ് ഷുഗർ വളരെ ലോ ആകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഇൻസ്റ്റന്റ്ലി കണ്ടുപിടിക്കാൻ ഈ ഗ്ലൂക്കോമീറ്റേഴ്സ് നമ്മെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഡയബറ്റീസ് പേഷ്യൻസിന്റെയും വീട്ടിലെ ഒരു കോമൺ ഹൗസ് ഹോൾഡ് ഐറ്റം പോലെയാണ് ഗ്ലൂക്കോമീറ്റേഴ്സ് ഫോർ പ്രോബ്ലി മോർ ദാൻ 2 decades. All said and done, it's difficult and painful to prick many times a day. അത് മാത്രമല്ല രാത്രി ഉറങ്ങുന്ന സമയത്തുണ്ടാവുന്ന നോക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ കണ്ടുപിടിക്കാൻ എളുപ്പവുമല്ല ഈ ഗ്ലൂക്കോമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. സോ ഫോർ ദാറ്റ് വെരി റീസൺ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലെ ആവറേജ് ഗ്ലൂക്കോസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദാറ്റ്സ് നോൺ ആസ് HbA1c. പേഷ്യന്റിന്റെ പ്രീവിയസ് 3 months ഷുഗർ കൺട്രോളിന്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഈ HbA1c നമുക്ക് തരുക. As we all know, ഈ ടെസ്റ്റ് ഒരിക്കലെങ്കിലും ചെയ്യാത്ത ഒരു ആവറേജ് ഇന്ത്യൻ ഡയബറ്റീസ് പേഷ്യന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് സോ പോപ്പുലർ. നോയിങ് ദ ഫാക്ട് ദാറ്റ് HbA1c ഈസ് ജസ്റ്റ് ആൻ ആവറേജ്, എ ഫ്യൂ സ്പൈക്സ് ആൻഡ് എ ഫ്യൂ ലോസ്, അതായത് കുറച്ച് സമയം ഷുഗർ കൂടി നിൽക്കുകയും കുറച്ച് സമയം ഷുഗർ താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയും വന്നു കഴിഞ്ഞാൽ we get a normal HbA1c. In such cases, both the doctor and the patient can go terribly wrong in the treatment. So again, we are stuck with an ideal device. നമുക്ക് വേണ്ടത് കുത്തി നോക്കാതെ വേദന ഇല്ലാതെ റൗണ്ട് ദ ക്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷുഗർ അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഡിവൈസ്. അതാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ഓർ ഫോൺലി കോൾഡ് ആസ് CGMs. As the name implies, it's simply monitoring your glucose fluctuations round the clock continuously even during your sleep. ഈ CGMs approximately ഒരു 10 years ആയിട്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. For last probably 4 to 5 years, LibrePro CGM has gained much attention because it's very compact, very affordable and very easy to apply it onto the patient. Believe it or not, it's totally painless. Once it's deployed onto the arm of the patient, it measures interstitial blood glucose every 15 minutes and it creates a moving graph continuously for a period of 2 weeks. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ രാത്രി ഷുഗർ ലോ ആയി പോയിരുന്നോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിൻ്റെ കൂടെ വരുന്ന റീഡർ എന്ന് പറഞ്ഞ ഡിവൈസ്, അത് സെൻസറിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യുക, യു ഗെറ്റ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ വാട്ട് യുവർ ഷുഗർ ലെവൽസ് were. At the end of 2 weeks, retrospectively, we can retrieve all the recorded values from the sensor and you get 14 daily graphs showing your entire glucose fluctuations. Apart from that, ഇതിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ഈ സെൻസർ അറ്റാച്ച് ചെയ്ത ആ 2 weeks നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും എത്ര ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടും എന്ന് വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. By this method, we can completely avoid food substances with high glycemic load. Thrissur, almost I have completed 300 assessments with this LibrePro continuous glucose monitoring systems. And I must say,
all the patients are really happy with this. കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് ഇപ്പോഴും അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ലൈവായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ വി ബിഗാൻ വിത്ത് fasting blood sugar and postprandial blood sugar assessments, came to glucometers, then we came to HbA1c, and finally we have CGMS. ഈ ഒരു അവസരത്തിൽ പലർക്കും തോന്നാം ഈ ഷുഗേഴ്സ് കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്യുന്നു, ഡെയിലി ഗ്രാഫ്സ് കാണുന്നു, കർവ്സ് കാണുന്നു, അതുകൊണ്ടൊക്കെ എന്താണ് ആ ഒരു റിയൽ അഡ്വാൻറ്റേജ് ഫോർ ദ പേഷ്യൻസ്? സോ ഹിയർ വി ഹാവ് ദ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ഇൻ ഡയബറ്റീസ് കെയർ നെക്സ്റ്റ് ടു HbA1c, which is known as time in range. That means നമ്മളൊരു ദിവസം 24 മണിക്കൂറിൽ എത്ര സമയം നോർമൽ ഷുഗർ റേഞ്ചിൽ ഇരിക്കുന്നു. ദിസ് ഇസ് ദ ന്യൂ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഡയബറ്റീസ് കെയർ. മോർ ദ ടൈം യു സ്പെൻഡ് ഇൻ ദ നോർമൽ ഷുഗർ റേഞ്ച്, ബെറ്റർ യുവർ ഗ്ലൈസമിക് കൺട്രോൾ ഈസ്. ഇവിടെയാണ് CGMS അതിൻ്റെ ഒരു പിവറ്റൽ റോൾ പ്ലേ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്തിരുന്ന CGMS എല്ലാം കണ്ടിന്യൂസ്ലി മൂവിങ് ഗ്രാഫ്സ് ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിരുന്നത്. which means real time sugar values നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സോ there is a vacuum. റിയൽ ടൈം ഷുഗേഴ്സ് വാല്യൂ കാണാൻ പറ്റുക എന്നുള്ള ആ ഒരു ലക്ഷറി ഇതുവരെ we haven't experienced. That's closed with the launch of new Libre. Just like Libre Pro, patients can just flash the reader device onto the sensor to get to the real time glucose value each and every minute, not like 15 minutes as it was with Libre Pro. Also you can see an arrow which shows the trend of your glucose fluctuations. അതായത് പേഷ്യൻസിന്റെ ഗ്ലൂക്കോസ് ലെവൽസ് കണ്ടിന്യൂസ്ലി ട്രാക്ക് ചെയ്യുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ അതോ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ, ആ ട്രെൻഡ് ദാറ്റ് വി ക്യാൻ സീ ഫ്രം ദ റീഡർ ഡിവൈസ്. ഈ റീഡർ ഡിവൈസ് ഇറ്റ്സ് an upgraded version of Libre Pro reader, because this new reader that comes along with new Libre can be used as a ketone detector as well as a glucometer. So this device is basically 3 in 1. It can be used as a reader device to scan the sensors, it can be used as a ketone detector, and it can be used as a glucometer. I'll give you a small demo of this. This is the reader device. You can see, check glucose. I have attached a sensor onto my left arm. You can see here. So I take this reader, switch it on, just flash it over the sensor, and you get the sure value. So this is my value right now. Okay, next is the $1 million question. ആരൊക്കെ CGM analysis ചെയ്യണം and why? To be frank, എല്ലാ ഡയബറ്റീസ് പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റും ഡയറ്റ് പ്ലാനും നമുക്ക് ഈ CGM യൂസ് ചെയ്തുകൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു 5 കാറ്റഗറീസ് ഓഫ് പേഷ്യൻസിനാണ് ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക. നമ്പർ 1, all type 1 diabetes patients. നമുക്കറിയാം all these type 1 diabetes patients will be on insulin and only insulin. സോ നമുക്ക് എപ്പോഴും ഇവർ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ എടുക്കുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിനാണെങ്കിൽ we have to check the random blood sugar at least 3 times a day, and then you can decide the dose of the rapid acting insulin fraction. Suppose these type 1 diabetes patients are on insulin pumps. These insulin pumps will be invariably connected to a continuous glucose monitoring sensor, and this sensor will measure the interstitial glucose levels. It is conveyed to the insulin pump, and this insulin pump, according to the levels received from the CGM sensor, it injects rapid acting insulin. So that is how insulin pumps work. അപ്പോൾ നമുക്ക് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ, ബേസൽ ബോളസ് അങ്ങനെയൊക്കെയുള്ള റെജിമെനിലുള്ള ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ we can use the CGM sensor, just flash the reader over the sensor to get the random blood sugar levels, and then you can decide upon the rapid acting insulin dose. So this is the main advantage of this CGM for type 1 diabetes patients. Category number 2, high HbA1c values with reasonably controlled fasting blood sugar and postprandial blood sugar levels. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ യൂഷ്വലി എൻകൗണ്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും, പോസ്റ്റ്പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യും, നോർമൽ ആയിരിക്കും, but after the period of 3 months when we check HbA1c, it will be more than 7. So this means that നമ്മൾ രാവിലെ 2 നേരം ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് പുറമെ ഉച്ചയ്ക്കോ വൈകുന്നേരം രാത്രിയോ എവിടെയോ ഷുഗർ ചെറിയൊരു റൈസ് വരുന്നുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇഫ് ദ ഗ്ലൂക്കോമീറ്റേഴ്സ് ഡോണ്ട് ഹെൽപ്പ് ഇൻ ദിസ് സെറ്റിംഗ്, the next option is continuous glucose monitoring sensor. So night time നമ്മൾ ഉറങ്ങുന്ന ഒരു 6 to 7 hours എവിടെയെങ്കിലും ഈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് റൈസ് വരുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് CGMs can be very very helpful. So false elevations of HbA1c റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിൽ the only option is
continuous glucose monitoring sensors. Category number 3, gestational diabetes mellitus. നമുക്കറിയാം പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് അല്ലാത്തൊരു പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആകുമ്പോഴും നമുക്ക് യൂഷ്വൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, അതായത് ഗർഭാവസ്ഥയിൽ പ്രമേഹം വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ടുള്ള ഒരു സ്ക്രീനിങ് നടക്കുന്നത് യൂഷ്വലി അറൌണ്ട് 4 months അല്ലെങ്കിൽ ആഫ്റ്റർ 3 months. സോ നമുക്ക് 9 months പ്രഗ്നൻസിയിൽ ഒരു 3 to 4 months നമുക്ക് ഓൾറെഡി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂഷ്വലി സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുക. സോ സ്ക്രീനിങ്ങിൽ സപ്പോസ് എ പേഷ്യൻറ്റ് ഇസ് ഡിറ്റക്റ്റഡ് ടു ഹാവ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്, പിന്നെ നമുക്കുള്ളത് ജസ്റ്റ് ഒരു 5 months ആണ്. സോ ഇൻ ദിസ് 5 months പീരീഡ് വി ക്യാൻ ഡു just 1 HbA1c or maximum നമുക്ക് 2 HbA1c ചെയ്യാൻ പറ്റും, because HbA1c as I mentioned is just an average of 3 months. സോ നമുക്ക് ആ ടൈം പീരീഡിൽ നമുക്ക് ഒരു ആവറേജ് ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷൻ ഇസ് HbA1c. സോ ഈ 5 മാസം ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ദ പേഷ്യൻസ് വിത്ത് പ്രഗ്നൻസി, ബിക്കോസ് മാക്രോസോമി അതുപോലെയുള്ള ബിഗ് ബേബി, ഒബ്സ്ട്രക്റ്റഡ് ലേബർ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഈ അൺകൺട്രോൾഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് വഴി ഈ പ്രഗ്നന്റ് പേഷ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട്. ദ ഫോർത്ത് കാറ്റഗറി, the patients who develop recurrent hypoglycemia-like symptoms. So many conditions can be confusing for the patient if the patient is having hypoglycemia. Like some patients may have insulinoma, അങ്ങനെ അതുപോലെ തന്നെ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ദാറ്റ് ക്യാൻ മിമിക് ഹൈപ്പോഗ്ലൈസീമിയ. സോ ആ സമയത്ത് ബ്ലഡ് ഷുഗർ ലെവൽസ് ട്രാക്ക് ചെയ്യാനായിട്ട് CGMs ക്യാൻ ബി വെരി വെരി ഹെൽപ്ഫുൾ. നൗ ദ ഫൈനൽ കാറ്റഗറി, പേഷ്യൻസ് ഓൺ ഇൻസുലിൻ. അല്ലേ, നമുക്കറിയാം നമ്മുടെ ഒരു ഡയബറ്റീസ് കെയർ കൊടുക്കുന്ന ഒരു ഡോക്ടർക്ക് ഒരു 80% ഓഫ് ദ പേഷ്യൻസ് will be on insulin, be it basal bolus, be it premixed, be it rapid acting. 80% of the total diabetes population will be on insulin. So if these patients are on insulin, most of them will be having some fraction of rapid acting insulins, which can precipitate hypoglycemia unless the patients take care. So blood glucose surge, blood glucose fluctuations, it's very common in patients with premixed insulins also. സോ ഈ ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസ് ട്രാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നോക്ടേണൽ ഹൈപ്പോഗ്ലൈസീമിയ, സോമോഗി ഫിനോമിനൻ, ഡോൺ ഫിനോമിനൻ, അങ്ങനത്തെ ഇഷ്യൂസ്, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിന്റെ ട്രെൻഡ് അറിയാനായിട്ട് ദിസ് സിംസ് ക്യാൻ ബി വെരി വെരി ഇൻസ്ട്രുമെന്റൽ. സോ മോസ്റ്റ് ഓഫ് ദീസ് പേഷ്യൻസ്, പണ്ടത്തെ പേഷ്യൻസ് ഒക്കെ മിക്കവാറും ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻസ് ട്വൈസ് ഡെയിലി എടുക്കുന്ന പേഷ്യൻസ് ആയിരിക്കും. സോ നമ്മൾ എടുക്കുന്ന ഡോസ് അഡിക്വേറ്റ് ആണോ, എവിടെയെങ്കിലും ഈ ഗ്ലൈസിമിക് സർജ് നമ്മൾ ഇനി അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിത്തിൻ 2 weeks കംപ്ലീറ്റ് പിക്ചർ നമുക്ക് തരാനായിട്ട് ദിസ് CGMs ക്യാൻ ഹെൽപ്പ്. സോ ഫ്രണ്ട്സ്, watch your ups and downs, know your sugar values. I am pretty sure this is going to be a real game changer in the field of diabetes care. Keep your sugars in check during this difficult COVID times. Stay home, stay safe, and we know our diabetes. Thank you.